നല്ലൊരു ബോഡി ബിൽഡ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ രാവിലെ എണീക്കണ്ടേ, ആ ഉറക്കം മുഴുവൻ പോവല്ലോ. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറെ കാശ് മുടക്കണമല്ലോ. അപ്പൊ ആ ഒരു കാശ് മുടക്കാൻ എന്തോ ആ ഒരു കാര്യമാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ട് വെക്കണത്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും എക്സ്ക്യൂസ് പറയുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ കംഫർട്ട് സോണിന്റെ പുറത്ത് കിടക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതായത് നിങ്ങൾ ഉറക്കം മാറ്റി വെച്ച് ആ ഉറക്കം നിങ്ങളുടെ കംഫർട്ട് അതിനെ മാറ്റി അതിന്റെ പുറത്തിറങ്ങി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. അതല്ലേ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കണമെന്നും ലൈഫിൽ കൃത്യമായി ഡിസിഷൻ എടുക്കണമെന്നും തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനായിട്ടുള്ള പണം മുടക്കാൻ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചീപ്പാണ്, നിങ്ങൾ മുടക്കാൻ തയ്യാറല്ല. കാരണം നിങ്ങൾ ആ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. ആ ക്യാഷ് കയ്യിലിരിക്കണം. 100 രൂപയാണ് 100 രൂപ എന്റെ കയ്യിലിരിക്കുന്നതാണ് നിങ്ങളുടെ കംഫർട്ട്. പക്ഷെ അത് മുടക്കി പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അപ്പൊ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാതെ ലോക ചരിത്രത്തിൽ ആരും വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കാം. ഇന്നത്തെ വീഡിയോ അതിന് സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. നിരവധി ആളുകൾ അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങി അവർ നേടിയെടുക്കാൻ ആഗ്രഹിച്ചവരിലൊക്കെ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാൻ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് ജീവിതത്തിൽ ഉണ്ടാക്കാനും സഹായിക്കുന്ന 6 കാര്യങ്ങളാണ്. നമ്പർ 1, ഐഡന്റിഫൈ വാട്ട് ഈസ് ഹോൾഡിംഗ് യു ബാക്ക്. കൃത്യമായി എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്, എന്താണ് നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതായത് നിങ്ങളുടെ ശീലങ്ങൾ, ചില ശീലങ്ങൾ അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതാണോ? അതോ നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന പണം അതിൽ നിന്നും 1 രൂപ നഷ്ടപ്പെടുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതുകൊണ്ടാണോ? അതോ നിങ്ങൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ മടിക്കുന്നതുകൊണ്ടാണോ? എന്താണ് നിങ്ങളെ പുറകോട്ട് വലിച്ചു വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം പല വ്യക്തികൾക്കും പലതാണ് കംഫർട്ട് സോൺ. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു കുടുംബം എന്ന് പറയുന്ന അവിടെ നിൽക്കുക മാത്രമേ അവർക്ക് പറ്റൂ. അവർക്ക് പുറത്തിറങ്ങിയാൽ അവർക്ക് പല കാര്യം കുടുംബത്തിന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സർക്കിൾ ബ്രേക്ക് ചെയ്യാൻ അവർ തയ്യാറല്ല. അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു 4 കൂട്ടുകാരന്മാരുണ്ട്. ആ കൂട്ടുകാരുമായിട്ട് എപ്പോഴും പോയി ഇടപെടും. പക്ഷെ ആ കൂട്ടുകാരും തന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ആയിട്ടോ ഇദ്ദേഹത്തിന്റെ വാല്യൂ സിസ്റ്റമായിട്ടോ ബന്ധപ്പെട്ട ആളുകളല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം കൃത്യമായി നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് യോജിക്കുന്ന അത്രയും ഒരു സർക്കിളിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാവണം. ഇതിന് തയ്യാറല്ല. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന പിറകിലേക്ക് എന്ന് കണ്ടുപിടിക്കുക. അത് മടിയാണോ, ചില ബന്ധങ്ങളാണോ, അതല്ല ചില സാഹചര്യങ്ങൾ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ? എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ആ ഫാക്ടർ? ഐഡന്റിഫൈ ചെയ്താൽ അത് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ആയി കൂടി ഒന്ന് രേഖപ്പെടുത്തുക. 2, സേഫ്റ്റി ഈസ് കില്ലിംഗ് യുവർ ഡ്രീംസ്. പലപ്പോഴും നമ്മുടെ വിജയം അല്ലെങ്കിൽ ഗ്രോത്ത്, വളർച്ച അത് സംഭവിക്കുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ പുറത്താണ്. നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് പലപ്പോഴും സക്സസ് ഉണ്ടാവുന്നത്. പല ബിസിനസ്മാൻമാരെയും നമ്മളെടുത്ത് ഒബ്സർവ് ചെയ്താൽ കാണാം. അവരുടെ ഓഫീസിൽ തന്നെ ഇരുന്നേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതായത് എന്നാൽ അവരുടെ ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ആ പർട്ടിക്കുലർ ബിസിനസിന്റെ ഭാഗമായി നിരവധി ആളുകളുമായി നെറ്റ്വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ ബിസിനസ് അങ്ങനെയാണ്. ഓഫീസിൽ ഇരുന്ന് ഒരു ഓൺലൈനായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് ഡയറക്റ്റ് പോയാൽ മാത്രമേ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റൂ എന്നൊരു സെക്ടറിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഓഫീസ് റൂമിന്റെ പുറത്തിറങ്ങാൻ തയ്യാറായേ പറ്റൂ. അവിടെ ഇരുന്നുകൊണ്ട് വളരാൻ കഴിയില്ല. അപ്പോ ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് പല ആളുകളോട് സംസാരിച്ച് നടക്കണമെന്നാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഈ ക്യാമറ നോക്കി സംസാരിച്ചേ പറ്റൂ. അത് എന്റെ മേഖലയാണ്, ഞാൻ അങ്ങനെ ചെയ്യണം. എന്റെ കംഫർട്ട് സോൺ ആളുകളായിട്ട് ഇടപെടുന്നതോ സംസാരിക്കുന്നതാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് ഞാനത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ആ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ? എന്നെ സംബന്ധിച്ച് സത്യസന്ധമായും ആളുകളുമായിട്ട് ഇടപെടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം, ഈ ക്യാമറ ആയിട്ട് സംസാരിക്കുന്നതിൽ കൂടുതൽ. പക്ഷേ ഈ ക്യാമറയിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് എന്നുള്ള സന്തോഷം ഉള്ളിലുണ്ട്. പ്ലസ് ഇത് ഞാൻ ചെയ്തേ പറ്റൂ. ബിക്കോസ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ചെയ്ത് ഇത്തരത്തിൽ നിങ്ങൾ ഏത് സേഫ്റ്റി വട്ടത്തിലാണ് ഇരിക്കണമെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ പുറത്ത് കിടന്നുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് തിരിച്ചറിയുക. 3, മേക്ക് സ്മോൾ ചേഞ്ചസ് ഫസ്റ്റ്. ആദ്യം തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യേണ്ട, ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം പെട്ടെന്ന് രാവിലെ 10 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ആള് നാളെ മുതൽ രാവിലെ 4 മണി എന്ന് ചിന്തിക്കണ്ട. അതിനെ ആദ്യം 10 മണി എന്നുള്ള 9 ആക്കുക, 9 എന്നുള്ള 8 ആക്കുക, 8 എന്നുള്ള 7:30 ആക്കുക, 7 എന്നുള്ള 7 ആക്കുക, 7 എന്നുള്ള 6:30 ആക്കുക, 6 എന്നുള്ള 6 ആക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ചെറിയ ചെറിയ രീതിയിൽ അതിനെ കുറയ്ക്കുക. ഇനി ഇത്രയും മണിക്കൂറുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം 10 മിനിറ്റ് വെച്ച് 10 മിനിറ്റ് വെച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. ഇന്നിപ്പോ 1 പേജ് എങ്കിലും പുസ്തകം വായിക്കുക. ഇന്ന് തന്നെ 100 പേജ് വായിക്കണ്ട, ഇന്ന് 1 പേജ് വായിക്കുക, നാളെ 2 പേജ് ആക്കുക, നാളെ അടുത്ത ദിവസങ്ങളിൽ 5 പേജും 10 പേജും ആക്കുക. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ 100 എന്ന് വിചാരിക്കുമ്പോൾ മനസ്സവിടെ ബ്ലോക്ക് വയ്ക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ചെറിയ ചെറിയ ചേഞ്ചിനായിട്ട് ആദ്യം മനസ്സിനെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 4, പുഷ് യുവർ ലിമിറ്റ്സ്. എന്താണ് നിങ്ങളുടെ ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പൊതുവേദി സംസാരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ലിമിറ്റ് ആയിട്ട് കരുതിയിരിക്കുകയാണ്. ആദ്യം തന്നെ പൊതുവേദി സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല. ആദ്യം എന്ത് ചെയ്യുക? മൊബൈൽ എടുത്തൊരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കുക. ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനുശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം കണ്ണയുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു നോക്കുക. ദെൻ വീട്ടുകാരുടെ ഫ്രണ്ടിൽ നിന്ന് പറയുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ലിമിറ്റുകളെ പുഷ് ചെയ്യുക.
ആദ്യം തന്നെ ഒരു വലിയ ലിമിറ്റിനെ പൊട്ടിക്കാൻ നിൽക്കേണ്ട, ചെറിയ ചെറിയ ലിമിറ്റുകളെ പൊട്ടിച്ച് നമ്മുടെ ലിമിറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കവർ ചെയ്യുക. ലിമിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് ആയിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ അറിയില്ല, നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ലിമിറ്റിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള, ആ ലിമിറ്റിനെ കവർ ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസ് ആയിട്ട് നിങ്ങൾ കരുതുന്നത്? ഒരു 2 കാര്യങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേ. പറ്റുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. 5, സ്ട്രെങ്തൻ യുവർ വിഷൻ. നിങ്ങളുടെ വിഷനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണം. അതായത് നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ ഒരു വിഷൻ വേണം, അല്ലെ? ഒരു വിഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ആ വിഷനെ ശക്തിപ്പെടുത്തുക. അതെങ്ങനെ ചെയ്യാൻ പറ്റണേ? അതിന് ചെയ്യേണ്ട കാര്യം, നമുക്ക് വിഷൻ എന്താണ്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു വലിയ എഡ്യൂക്കേഷണൽ അക്കാഡമി തുടങ്ങണം, അതാണ് വിഷൻ. വേറൊരാളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കണം, അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ. വേറൊരാൾക്ക് ഒന്നുമല്ല, ഒരു സിനിമ എടുക്കാൻ കഴിയണം, അതാണ് വിഷൻ. എന്തോ ആയിക്കൊള്ളട്ടെ, ആ വിഷനെ കൃത്യമായ രീതിയിൽ ഒരു ഗോളാക്കി മാറ്റണം. ആ വിഷനെ എങ്ങനെ ഗോളാക്കി മാറ്റണത്? വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ തട്ടി കാണുന്ന ആ ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്റ്റിലേക്ക് പോകാനായിട്ടുള്ള 1, 2, 3, 4, 5 സ്റ്റെപ്സ് എന്താണെന്നും അതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റം എന്താണെന്നും അതിനുവേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് എന്താണെന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ടൂൾസ് തയ്യാറാക്കണമെന്നും അതിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്നും ഇതൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങൾ കൂടി എടുത്തുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. ഇതിനെ സഹായിക്കുന്നതാണ് 5 ദിവസത്തെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായി നിങ്ങളുടെ വിഷനെ ഒരു മാഗ്നറ്റിക് ഗോളാക്കി മാറ്റാൻ 5 ദിവസം കൊണ്ട് പരിശീലിപ്പിക്കുന്ന ഒരു ഓഡിയോ വർക്ക്ഷോപ്പ് ആണ് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. 3000 റുപ്പീസ് ആണ് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ പ്രൈസ് വരുന്നത്. എന്നാൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 999 അല്ലെങ്കിൽ 999 രൂപയാണ്. കൃത്യമായി ജീവിതത്തിൽ ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വിഷനെ ഒരു മാഗ്നറ്റിക് ഗോളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഈ വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു കിടക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ടേക്ക് ആക്ഷൻ നൗ. നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, യു ആർ വെൽക്കം ടു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. 6, സ്റ്റഡി സക്സസ്ഫുൾ പീപ്പിൾ. വിജയിച്ച ആളുകളെ പഠിക്കുക. കാരണം വിജയിച്ച ആളുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ കംഫർട്ട് സോണിൽ ഇരുന്ന ആളുകളാണ്. ആ കംഫർട്ട് സോണിന്റെ പുറത്ത് കടന്നവരവർ. ഈ വിജയിക്കുന്ന സെയിൽസ്മാൻമാരെ എടുക്കുക. ഇവർക്ക് ഈ ആളുകൾ എടുത്ത് പോയിട്ട് നോ കേൾക്കാൻ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അവരുടെ കംഫർട്ട് സോൺ ആവുന്ന എസ് കേൾക്കുന്നതിന് പകരം നോ കേൾക്കുന്ന സ്ഥലത്തേക്ക് കൂടെ പോയതുകൊണ്ടാണ് അവർ സെയിൽസിൽ മികച്ച ആളുകളായത്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവര് ഒരുപാട് പണം അറേഞ്ച് ചെയ്ത് പുതിയൊരു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ആളുകളെയും കൂട്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള റിസ്ക് എടുക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നല്ല. അത് അവരുടെ കംഫർട്ട് സോൺ അല്ല. പക്ഷെ ആ കംഫർട്ട് സോണിന്റെ പുറത്ത് അവർ ഇറങ്ങാൻ തയ്യാറായതുകൊണ്ടാണ് വലിയ ബിസിനസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അപ്പൊ തിരിച്ചറിയേണ്ടത്, സക്സസ്ഫുൾ ആയ ഏതൊരു വ്യക്തിയെ പരിശോധിച്ചാൽ ഇവരൊക്കെ കംഫർട്ട് സോണിന്റെ പുറത്തിറങ്ങിയ ആളുകളാണ്. കാരണം അത്ര കണ്ട് ക്ലാരിറ്റിയിൽ അവരുടെ വിഷനെ അവരൊരു ഗോളാക്കി മാറ്റുകയും ഒരു മാഗ്നറ്റിക് ഗോളാക്കി മാറ്റുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. കൃത്യമായി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരാൾക്ക് കംഫർട്ട് സോണിന്റെ പുറത്ത് കിടക്കാൻ ചെയ്യേണ്ടത്. നമ്പർ 1, എന്താണ് പുറകോട്ട് വലിക്കുന്ന ഘടകം? ദാറ്റ് ഫാക്ടർ മനസ്സിലാക്കുക. 2, സേഫ്റ്റി ആണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നത് എന്ന് തിരിച്ചറിവുണ്ടാക്കുക. 3, ചെറിയ ചെറിയ ചേഞ്ചസുകൾ ആദ്യം ഉണ്ടാക്കാൻ തയ്യാറാവുക. 4, നിങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്ത് പുറത്തിറങ്ങാൻ തയ്യാറാവുക. നിങ്ങളുടെ വിഷനെ കൃത്യമായ മാഗ്നറ്റിക് ഗോളാക്കി മാറ്റുക. ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ ആയിട്ടുള്ള ആളുകളെ പഠിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെങ്ങനെയാണ് അവരുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് കിടന്നതെന്ന് തിരിച്ചറിയുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്തിറങ്ങാനും കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ലൈഫിൽ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ വെരി ബെസ്റ്റ്. NK signing off.